Hi friends, good morning. It's me Simon YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you. Have a fantastic positive day. How are you all? Hope you are all doing well. Forwarding to the prosperous, successful lives that you are leading. Good. So happy to hear such words from you. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്കറിയാം, ഞാൻ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേക്കും, 4:20 എഴുന്നേക്കും. ചൂടുവെള്ളമൊക്കെ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് കുടിക്കും, ഫ്രഷാവും. അത് കഴിഞ്ഞ് 10 മിനിറ്റ് പത്രം വായനയൊക്കെ ഉണ്ട്, ഇതിലൊക്കെ വായിക്കും. 5 തൊട്ട് 6 വരെയാണ് പ്രാർത്ഥനാ സമയം. അപ്പോൾ അങ്ങനെ ഒന്ന് വായിച്ചപ്പം കിട്ടിയൊരു പത്രവാർത്തയാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതായത് മനോരമയുടെ ആഴ്ചപ്പതിപ്പ്. മനോരമ ആദ്യം കിട്ടി. ഞാൻ അങ്ങനെ ഡീപ്പ് റീഡിങ് പാർട്ടിയല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണം, നമ്മളിപ്പോൾ ഒരു ഡിന്നറിന് പോകുമ്പോഴേ അവിടെ ധാരാളം ഭക്ഷണം ഇങ്ങനെ വെച്ചേക്കും. പക്ഷേ എല്ലാം ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്കിഷ്ടം ചപ്പാത്തിയും കോഴിക്കറിയാണ്. ഞാൻ 2 ചപ്പാത്തിയും ഇച്ചിരി കോഴിക്കറി എടുത്ത് ഡെസേർട്ടോ സൂപ്പോ അല്ലാണ്ട് സൂപ്പ് എടുത്ത് ഡെസേർട്ടിലേക്ക് പോയി അങ്ങനെ തീരും. അല്ല, അവിടെ വെച്ചിങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നോ കഴിക്കണമെന്നോ നിയമമുണ്ടോ? ഇല്ല. കഴിക്കുകയും ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചൂസ് ചെയ്യുക. അവരെല്ലാ അതിഥികൾക്കും വേണ്ടിയാണ് ഇതുണ്ടാക്കിയത്. അപ്പം എല്ലാവരും എല്ലാം നിന്ന് തികയുമോ? നമ്മൾ ആവശ്യമുള്ളത് മാത്രം കഴിക്കുക എന്ന് പറഞ്ഞല്ലേ. എൻ്റെ പത്രം വായന രീതി അത്യാവശ്യം ഒന്ന് ഓടിച്ച് നോക്കും. സ്റ്റാൻഡിങ് ന്യൂസ് ഉണ്ടോ, സംതിങ് ഹാപ്പനിങ് അറൗണ്ട് ദി വേൾഡ്, യൂണിവേഴ്സ് ഒക്കെ നോക്കും. പിന്നെ സ്പോർട്സ് നോക്കും, മടക്കി വെക്കും. എൻ്റെ കാര്യം തിരക്കാം. പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ ഈ ന്യൂസ് പേപ്പർ എടുത്തൊന്നുകൂടെ മറിച്ച് നോക്കും, എല്ലാം വിട്ടുപോയെന്നറിയാം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ വാരാന്തിപ്പഴുപ്പ് കണ്ടത്. അപ്പോൾ അതിനകത്തൊരു കവി, 60 വർഷമായി കവിത എഴുതുന്ന കവിയെ കണ്ടു. കൊള്ളാം. അത് കഴിഞ്ഞ് ശ്രീകുമാരൻ തമ്പിയോ പേര് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഉൾപേജിൽ എന്നെ ഞെട്ടിച്ചൊരു കഥയല്ല, ജീവിതമെന്നും പറഞ്ഞൊരു അൻഷാദ് ഒരു പോലീസ് ഓഫീസറുടെ ഒരു കഥയാണ്. അതിപ്പോൾ സിനിമയായിട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ടെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ സ്തബ്ധരായിപ്പോയി. അതായത് സെയിൽ ടാക്സ് ഓഫീസർ എന്ന ഈ ഓഫീസർ പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് സെലക്ഷൻ കിട്ടിയപ്പോൾ അവരുടെ ബുദ്ധിമുട്ടി എല്ലാവരും ചിന്തിച്ചു. പക്ഷെ സെലക്ട് ചെയ്തു. പുള്ളി പ്രൊബേഷണറി ഓഫീസറായിട്ട് ഒരു സ്റ്റേഷനിൽ ചാർജ് എടുക്കുകയും അന്ന് തന്നെ അവിടെ നടന്നൊരു കൊലപാതകത്തെപ്പറ്റി അന്വേഷിക്കാൻ ഇടയാവുകയും ചെയ്തു. അപ്പോൾ ആരാന്നറിയില്ല, ഏത് സ്ത്രീയാണെന്നറിയില്ല. പക്ഷെ അദ്ദേഹം അത് കണ്ടെത്തി, അതിൻ്റെ പുറകെ പോയി. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അതിൻ്റെ കാമുകനും അതും കൂടെ നടത്തിയൊരു കൊലപാതകം. പിന്നീട് ഇവൾ വിളിച്ചു പറഞ്ഞതിന് അവളെയും തട്ടി കുഞ്ഞിനെയും കൊണ്ട് ഹസ്ബൻഡ് പോയിരിക്കുക. ആ പോയ കുഞ്ഞുങ്ങളെ അവസാനം അയാൾ ട്രെയിനെ കയറ്റി വിടുക. പോലീസ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ മെഡിക്കൽ ഓഫീസർ പോയി കണ്ടുപിടിച്ചു. കേസ് അവിടെ കൊണ്ട് തീരണ്ട. പക്ഷേ ഇയാൾ ആ കുഞ്ഞുങ്ങളെ തേടി നടക്കാൻ തുടങ്ങി. 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. അങ്ങനെ ഇരിക്കെ ഇവർ ട്രെയിനിൽ നിന്ന് 3 ദിവസം ട്രെയിൻ ബോംബെ ചെന്നു. കുഞ്ഞുങ്ങളിങ്ങനെ പെങ്ങളെ പിടിച്ചിരിക്കുക. കൈ നീട്ടും ആളുകൾ വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ അവർ ബോംബെയിലെത്തി. അതിനിടയ്ക്ക് RPF അവരെ കണ്ടുപിടിച്ചു, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഈ കുഞ്ഞുങ്ങളെ അവർ ചൈൽഡ് വെൽഫെയറുകാർക്ക് കൊടുത്തു. അവിടെ നിൽക്കുമ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വന്നൊരു മലയാളി പോലീസ് ഓഫീസർ മലയാളം പറയുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ ഫോട്ടോ എടുത്തിടുകയൊക്കെ ചെയ്തു. ഇതൊക്കെ വിശദമായി പത്രത്തിലുണ്ട്, ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കുക. അങ്ങനെ ഇത് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ മിസ്സിങ് ചൈൽഡ് ഉണ്ടോ, ബോംബെയിൽ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഈ അൻഷാ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ അത് കണ്ടെത്തുകയും അയാൾ ആ കുഞ്ഞുങ്ങളെ ബോംബെയിൽ പോയി, പോലീസ് സംഘം പോയി ബോംബെയിൽ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് CWC ഏൽപ്പിച്ചു. CWC അവരുടെ ചടങ്ങുകളൊക്കെ നിർവഹിച്ച ശേഷം അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പക്ഷേ ഈ പോലീസ് ഓഫീസർ അന്വേഷിച്ചപ്പം കർണാടകക്കാരാണ്, വേണ്ടത്രത്തിൽ പോകുന്നില്ല. അയാൾ ആ കുഞ്ഞുങ്ങളെ അവരുടെ അനുഭവത്തോടെ തിരിച്ചു കൊണ്ടുവന്ന് അയാൾ തന്നെ ഒരു നല്ല സ്കൂളിൽ നിർത്തി പഠിപ്പിച്ച്
ഇപ്പോൾ അവർ ഹൈസ്കൂളിൽ പഠിക്കുക. അപ്പോൾ ഇതെങ്ങനെയോ അറിഞ്ഞ കഥാകാരന്മാരത് സിനിമയാക്കി. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഞാനത് കേട്ടപ്പോഴേ കേരളം ദൈവത്തിൻ്റെ നാടാണ്, ഗോഡ്സ് ആൻഡ് കൺട്രി എന്ന് പറയാൻ വേറെ കാരണമൊന്നും വേണ്ട. ഈ ദൈവതുല്യനായ ഈ പോലീസ് ഓഫീസർ നൗ ഹീസ് ഇൻ സർവീസ്, ഈവൻ ഹീസ് ഇൻ സർവീസ്, സർക്കിൾ ഇൻസ്പെക്ടർ SHO ആണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. ഇതുപോലെ ചെയ്ത കാര്യങ്ങൾ എനിക്കൊക്കെ ഞെട്ടിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതാണ് കേരളത്തെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം. കേരള പോലീസിനാകെ അഭിമാനമായി ആ മനുഷ്യൻ നെഞ്ചും പിരിച്ച് മനോരമ നിൽക്കുന്ന ഫോട്ടോ. നിങ്ങൾ മനോരമ വരുത്താത്ത ആളാണെങ്കിൽ സൺഡേ സപ്ലിമെൻ്റ് എടുത്ത് നോക്കണം അടുത്ത വീട്ടിൽ നിന്ന്. ആ മനുഷ്യനെ നോക്കണം. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയാൻ നടക്കുക. നിങ്ങൾ ആ മനുഷ്യനെ തുറച്ച് നോക്കി, അവന് നിങ്ങൾക്കൊരു ദൈവത്തെ കാണാൻ കഴിയും. ആരാധിക്കുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഫോർ എ സിമ്പിൾ. ഒന്നാലോചിച്ച് നോക്കി. ആ പോലീസ് ഓഫീസറായിട്ട് കടമ കഴിഞ്ഞു, എൻക്വയറി കഴിഞ്ഞു, കേസായി, സബ്മിറ്റ് ചെയ്തു, തീർന്നു. അവിടെ കൊണ്ട് വിടാതെ ആ കുഞ്ഞുങ്ങളെ അയാൾ വീണ്ടെടുക്കുകയും ഇന്ന് പഠിപ്പിക്കുകയും നല്ലതിന് ആരോടും ഇന്നുവരെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല. ആ കുട്ടികൾ ആരാന്നും ആർക്കറിയില്ല. ഇയാളുടെ ഭാര്യയും ഇയാളുടെ മക്കളും പിന്തുണച്ചുകൊണ്ടാണ് മഹത്തായ കർമ്മം. അതാണ് കേരള പോലീസ്. കേരള പോലീസിൻ്റെ മുഖം അതാണ്. ഇതൊരെണ്ണമല്ല. എനിക്കറിയാം, ഞാൻ ഇപ്പം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ഒരു പ്രവർത്തകനാണ്. നാട്ടകത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറി, ചെറിയ പദവികളൊക്കെ. പക്ഷേ ഇവെന്തോ 411 മെമ്പർമാരുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും, ഡോക്ടർമാർ, എൻജിനീയർമാർ, എക്സിക്യൂട്ടീവ് എൻജിനീയർമാർ തൊട്ട് എല്ലാ ജീവനക്കാരും റിട്ടയർ ചെയ്താൽ പിന്നെ തസ്തിക്ക് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ അനുഭവങ്ങൾ അങ്ങോട്ടും പറയുമ്പോഴേ ഇതുപോലെ ഞെട്ടിക്കുന്ന 100 കഥകളാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് തന്നെയും പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. ഒരനുഭവങ്ങളാണ്, ഓരോ ജീവിതത്തിൽ കൊളുത്തി വെച്ച തിരികളാണ്. ഇതാണ് കേരളത്തിൻ്റെ നന്മ. ലോകത്തെവിടെ ചെന്നാലും കേരളം എന്ന് പറഞ്ഞാൽ പലരും അറിയും, ഇന്ത്യ എന്ന് പറഞ്ഞാലും അറിയും. പക്ഷേ കേരളത്തിന് കൂടുതൽ പ്രാമുഖ്യം ഇത്തരത്തിലുള്ള ജനങ്ങളുള്ളതുകൊണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിൽ പറയാറുണ്ട്, നമ്മുടെ നാട് ജപ്പാനേക്കാൾ നല്ലതാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം, ഇവിടുത്തെ മനുഷ്യരാണ്. ഇത്രയും സ്നേഹമുള്ള ജാതിയും മതമൊക്കെ നമുക്കുണ്ട്, ഇഷ്ടം നല്ല വർഗീയതയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മളെല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. ക്രിസ്ത്യാനിയായി എനിക്ക് എൻ്റെ ദൈവത്തെപ്പറ്റി നല്ല തീർച്ചയായും ഉള്ളൊരു ചിന്തയുണ്ട്. അതുപോലെ ഹിന്ദുവിനുണ്ട്, മുസൽമാനും ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തില്ല, സെക്യുലറിസ്റ്റില്ല അല്ലേ. അത് നമ്മളിലുള്ള ഈ നന്മയുടെ നാമ്പാണ്. തീർച്ചയായിട്ടും ആ രീതി ഞാനീ പറഞ്ഞ കഥ ഇപ്പോൾ സിനിമയായിട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മനോരമയിലുണ്ടത്. നിങ്ങൾ നോക്കുക, പറ്റുമെങ്കിൽ കുടുംബമായി പോയി കാണുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു നേട്ടം ഉണ്ടാകുന്നപ്പോഴാണെന്ന് അറിയാം. എൻ്റെ അപ്പനും അമ്മയും അവരെ എൻ്റെ കൺമുമ്പിൽ ജീവിച്ച് കാണിച്ചു. അപ്പം പല സന്ദർഭങ്ങളിലും പാവപ്പെട്ട ആളുകൾക്ക് അത്താണിയായി എൻ്റെ അപ്പൻ നിൽക്കുന്നു, അമ്മ നിൽക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. സഹായിക്കുന്ന കണ്ടിട്ടുണ്ട്, ഭക്ഷണം പങ്കുവെക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ വളർന്നത് ഞാനും അത് തന്നെ ചെയ്യുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മക്കൾ അവരെന്നെപ്പോലെ പാവങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം, സാധാരണക്കാർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നവരായിരിക്കണം, തൻ്റെ സമ്പത്തും ധനമൊക്കെ ആവശ്യമെങ്കിൽ ഷെയർ ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലേ എനിക്ക് ലോട്ടറി അടിക്കണമെന്നോ എനിക്ക് എൻ്റെ ആഗ്രഹം പോലെ ഒരു ബെൻസ് കാർ ഇങ്ങനെ കിട്ടണമൊന്നുമില്ല. എൻ്റെ മക്കൾ ഉത്തമരായി ജീവിക്കണം. ഏത് നാട്ടിലാണെങ്കിലും, മോൻ ഭാര്യയൊക്കെ അമേരിക്ക എവിടെ ആണെങ്കിലും, ഇനി ഇന്ത്യയിലാണെങ്കിലും അവർ അങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മനുഷ്യ സ്നേഹമുള്ള മക്കളായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങളുടെ മക്കൾ തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബമായി ഈ സിനിമ എന്ന് പോയി കാണണം. ഏത് തിയേറ്ററിലാണെന്ന് എനിക്കറിയില്ല. ആ പോലീസ് ഓഫീസർ ജിജ്ഞാസുവായ, കാരുണ്യവാനായ ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടൊരു അപൂർവ അവസരമാണ്. ഓഫ് കോഴ്സ് നമുക്ക് ധാരാളം ലെജൻസ് ഉണ്ട്. നമ്മൾ പല ലെജൻസിനെയും മനസ്സിലാക്കുന്നത് അവരുടെ മരണത്തിന് ശേഷം.
പക്ഷെ ഇതങ്ങനല്ല. നല്ല ആരോഗ്യമുള്ള, അധികാരമുള്ള, നല്ല മിടുക്കനായ, സ്മാർട്ടായ, മമ്മൂട്ടിയെ പോലും തോൽപ്പിക്കുന്ന വടിവുള്ള ആ പോലീസ് ഓഫീസർ അയാൾ ചെയ്ത കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ മോഡൽ ഫോർ ദം. ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡിനെ കാണാനുള്ള ഭാഗ്യം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ സമൂഹം. ഒരു കാര്യം ഞാൻ പറയാം, ആർക്ക് വേണമെങ്കിലും ഒരു കെട്ടിടം പണിയാം അല്ലേ? പക്ഷെ ആർക്കെങ്കിലും ഒരു ഹോം പണിയാൻ പറ്റുമോ? ഒരു ഹോം എന്ന് പറയുന്നത് സ്വീറ്റ് ഹോം. വീട് നന്നായിട്ട് പണിയാം, പക്ഷേ ഒരു സ്വീറ്റ് ഹോം പണിയണമെങ്കിൽ അവിടെ അപ്പനും അമ്മയും മക്കളും വല്യപ്പനും ഒക്കെ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ സൗകുമാര്യത വളരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കണം. ഒരു ഭാഗ്യമുണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളിങ്ങനെ നടന്നു പോവുക സ്കൂളിലേക്ക്. ഞാൻ അവരെ കണ്ടില്ല, ബാക്കിൽ നിന്ന് കയറി വന്ന. പക്ഷെ അവരുടെ ഹൃദയത്തിലും സ്നേഹത്തിൻ്റെ ഒരു പുൽനാമ്പ്, കാരുണ്യത്തിൻ്റെ ഒരു വെള്ളി വെളിച്ചം ഉണ്ടാകട്ടെ. ഈ നാടിനെ സ്നേഹിക്കുന്നവരാകട്ടെ. എൻ്റെ ആഗ്രഹം പോലെ നിങ്ങളും ആഗ്രഹിക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെക്കാൾ കരുണയുള്ളവരായിരിക്കും, നിങ്ങളെക്കാൾ സാധുക്കളെ സഹായിക്കുന്നവളായിരിക്കും, അതുപോലെ പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും. ഞാൻ 1 മണിക്കൂർ നേരത്തെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ എക്സസൈസിന് വരുന്നത്. പിന്നീടാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമുക്ക് യോജിച്ച് നിൽക്കാം. മനോരമയുടെ ഈ ആഴ്ചപ്പതിപ്പ് പറ്റുമെങ്കിൽ എടുത്ത് നോക്കണം എന്നും പറഞ്ഞ് എല്ലാ പത്രങ്ങളും എഴുതുന്ന എല്ലാം ശരിയാണെന്നോ അവരെല്ലാം നാടിനെ നന്നാക്കാൻ വേണ്ടി തന്നെ പത്രം നടത്തുന്നതാണെന്നോ തെറ്റിദ്ധരിക്കരുത്. ഒരു ക്രിട്ടിക്കായിരിക്കണം. ഞാൻ ഏതും എടുത്താലും അതിനെ വളരെ ശ്രദ്ധിച്ച് നോക്കും. സത്യമാണ് പറയുന്നത്, അതൊരു സാധാരണക്കാരൻ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. അതല്ല നമ്മളെ വിഡ്ഢിയാക്കാനായിട്ട് അവരുടെ താല്പര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ തള്ളിക്കളയുകയും ചെയ്യും. ഓക്കെ, എന്തായാലും ഈ വാരാന്ത്യപ്പഴുപ്പൊന്ന് എടുക്കാൻ നോക്കുക. ആ കഥയൊന്ന് വായിക്കുക. ഭാര്യയും കുഞ്ഞുങ്ങളെയും അപ്പനും അമ്മയുണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് സിനിമ കാണുക. സിനിമയുടെ പരസ്യമൊന്നുമല്ല, ഇത് ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി കേരള പോലീസിനും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനും കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കേരള ഫോറസ്റ്റിനും കേരള എക്സൈസിനും ഒക്കെ കേരളത്തിലെ ഏത് വിങ്ങാണ് മോശമുള്ളത്? സൂപ്പറല്ലേ? അതാണ് കേരളത്തിൽ ജീവിക്കാൻ കൊതി തോന്നിപ്പിക്കുന്നത്. നമ്മൾ അമേരിക്കയിൽ എവിടെ പോയാലും നമ്മുടെ മനോമുഖരത്തിൽ കേരളത്തിലെ പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും നമ്മുടെ കളിവള്ളവും എല്ലാം ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ സ്നേഹം. എനിക്ക് അമേരിക്കയിൽ പൂർണ്ണമായി നിൽക്കാനുള്ള എല്ലാ സാഹചര്യമുള്ള ആളാണ്. എന്നിരുന്നാലും ഞാൻ കേരളത്തിൽ വരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ ഭാര്യയാണേൽ പോകാൻ തയ്യാറെടുക്കുന്നു, അവൻ പോവും. അപ്പോൾ എന്നോട് കഴിഞ്ഞ ചോദിച്ചോളൂ, ഞാനിങ്ങനെ പോയി തനിക്ക് ഞാൻ പറഞ്ഞു താൻ പോക്കോളൂ, ഞാൻ പുറകെ വരുന്നു. ട്രാവലിങ് എനിക്കിഷ്ടമാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു സുപ്രഭാതം നിങ്ങൾക്ക് നേരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പം എന്തെങ്കിലും ധനപരമോ മറ്റെന്തോ നേട്ടമോ ഉദ്ദേശമല്ല. പക്ഷേ ഈ സമൂഹത്തിൽ നാം ചെയ്തു തീർക്കേണ്ട ഒത്തിരി കടമകളുണ്ട്. ആ കടമകളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്നും ഇതുവരെ മോണിറ്റൈസേഷൻ നടത്തിയിട്ടില്ല. നടത്താൻ റിക്വസ്റ്റ് വരുന്നുണ്ട്, നടത്തണം. ധനം എന്നെ സംബന്ധിച്ച് ഒരു ആകർഷമായ വസ്തു അല്ലാത്തത് കൊണ്ടാണ്. ജീവിക്കാൻ പൈസ ആണെന്നല്ലാതെ അതിങ്ങനെ കുമിച്ച് കൂട്ടി അതിൻ്റെ പുറത്ത് കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മോണിറ്റൈസേഷൻ നടപടികൾ പൂർത്തിയാക്കാത്തത്. ക്രമേണ ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് ഓഫ് ഗോഡ്. താങ്ക് യു.